എൻ്റെ ജീവിതം ഈ ഭൂമിയിൽ എന്ന് പറയുന്നത് വളരെ കുറച്ച് സമയമാണ്, വളരെ കുറച്ച് സമയം. ഇതിനപ്പുറം ഞാൻ എന്താ ചെയ്യേണ്ടേ അറിയാമോ? ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള ജീവിതത്തിൻ്റെ ഒരുക്കമാണ് ഇവിടെ നടക്കുന്നത്. ഹല്ലേലൂയ. ഇതിൻ്റെ അപ്പുറത്തേക്കൊരു ജീവിതമുണ്ട്, അതിൻ്റെ ഒരുക്കമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടാണോ നമ്മൾ ശരിക്കും ജീവിക്കേണ്ടത്? അവിടാണോ? അവിടെയാ ജീവിക്കേണ്ടത്. ഇവിടെ നമ്മൾ ഒരുങ്ങുകയാണ്. ഹല്ലേലൂയ. ആ യുഗായുഗങ്ങൾ അന്ത്യമില്ലാത്ത കാലത്തോളം ജീവിക്കുവാൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ലൈഫ്, ഒരു ചെറിയ ലഘുവായ സമയം നമ്മൾ ഭൂമിയിൽ ഒരുക്കപ്പെടുകയാണ്. എല്ലാവരും ചെയ്യുന്നത് എന്തെന്ന് ചോദിച്ചാൽ ഈ ഭൂമിയിൽ അങ്ങ് ജീവിക്കാൻ ശ്രമിക്കുവാണ്. തെറ്റിപ്പോയി. ഹല്ലേലൂയ. ഈ ഭൂമിയിലുള്ള പീരീഡ് എന്ന് പറയുന്നത് ആ വരാൻ പോകുന്ന കാലത്തേക്കുള്ള ഒരുക്ക നാളുകളാണ്. ഹല്ലേലൂയ. നമ്മളൊരു വിവാഹമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരുങ്ങും അല്ലേ? ഡ്രസ്സ് വാങ്ങണം, ഓർണമെൻറ്റ്സ് മേടിക്കണം, സീറ്റ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്യണം, ഹോൾ ബുക്ക് ചെയ്യണം, അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഒരു വിവാഹത്തിന് വേണ്ടി ചെയ്യാനുണ്ട്. അതിനെയാണ് നമ്മൾ ഈ മുന്നൊരുക്കങ്ങൾ എന്ന് പറയുന്നത്. ഒരു യുദ്ധം നടക്കുവാണെങ്കിൽ അറിയാം, നമുക്ക് ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം നടക്കുവാണ്, അതിന് സൈനികരെല്ലാം വിന്യസിക്കണം, ഡ്രോണുകൾ വെച്ച് നിരീക്ഷിക്കണം, ക്യാമറകൾ വെച്ചിട്ട് എവിടെ കൂടെയാണ് ഈ മിസൈൽ വരുന്നത് അപ്പോൾ അടിച്ച് തള്ളിയിടാനായിട്ട് സൈനികർ ഇരിക്കണം അല്ലേ? ഇതിന് പ്രത്യേകം ട്രെയിൻ ചെയ്ത സൈന്യങ്ങളെല്ലാം വേണം. അതിനും ഒരു മുന്നൊരുക്കമുണ്ട്. അതുപോലെ നിത്യത എന്നുള്ള ഒരു ജീവിതത്തിലേക്ക് വേണ്ടി, അല്ലെങ്കിൽ എറ്റേണിറ്റിയിലേക്ക്, ദൈവവുമായിട്ടുള്ള നിത്യവാസത്തിനു വേണ്ടി നമ്മളെ ഒരുക്കുന്ന ഒരു സ്ഥലമാണ് എർത്ത്, അല്ലെങ്കിൽ ഈ ഭൂമി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഒരുക്കാനായിട്ട് ദൈവം അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും പാസ്റ്റേഴ്സിനെയും ഇവാഞ്ചലിസ്റ്റിനെയും ടീച്ചേഴ്സിനെയും അനുവദിച്ചിട്ടുണ്ട്. എന്തിനാണ്? തൻ്റെ മണവാട്ടി സഭയെ ഒരുക്കുവാനായിട്ട്. ഹല്ലേലൂയ. കർത്താവ് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഭൂമിയിൽ നിന്ന് പോകുന്ന പക്ഷം നമ്മൾ പോകേണ്ട ഒരിടമുണ്ട്, അതാണ് നിത്യത. അവിടെ പോയിട്ട് നമുക്ക് ചെയ്യേണ്ടതായ കാര്യങ്ങൾ അവിടെയും ഉണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ആ ഒരു ജീവിതത്തിന് നിങ്ങൾ ക്വാളിഫൈഡ് ആണ്, അല്ലെങ്കിൽ ഞാൻ യോഗ്യയാണ് എന്ന് തെളിയിക്കുന്ന ഒരു സ്ഥലമാണ് ഭൂമി. ഇവിടെ നമ്മൾ തോറ്റു കൊടുക്കാതെ, പിശാചിൻ്റെ മുമ്പേ വഴങ്ങി കൊടുക്കാതെ, ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവത്തോട് ചേർന്ന് അവനെ തോൽപ്പിച്ച് ഓരോ പടവുകൾ ചവിട്ടി ഞാൻ നിത്യതയ്ക്ക് യോഗ്യനാണ് എന്ന് കാണിക്കുന്ന സ്ഥലമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിസ്സാരമായിട്ട് ഇവിടുത്തെ ജീവിതത്തെ നമുക്ക് കാണാനായിട്ട് പറ്റില്ല. ഇതാണ് എൻ്റെ വിധി, അല്ലെങ്കിൽ എൻ്റെ ഡെസ്റ്റിനി നിർണയിക്കുന്നത്. ശരിയാണോ? എന്നാൽ ഏറെ പേർക്കും ഈ ബോധ്യമില്ല. ഇവിടെ ജനിച്ചു, എന്തിനോ ജനിക്കുന്നു, എന്തിനോ വളരുന്നു, എന്തിനോ ജീവിക്കുന്നു,